നിന്നെക്കൊണ്ട്, അതെ, അങ്ങ് വിഞ്ഞ് നോക്കണ്ട, നിന്നെക്കൊണ്ട് തന്നെ പിശാചും മനുഷ്യനും തകർത്ത് കളഞ്ഞതിനൊക്കെ ദൈവം അടിസ്ഥാനം ഇടിവിപ്പിക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്ന് പൊളിച്ചു കളഞ്ഞില്ലേ? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സന്തോഷമായി ജീവിക്കുവാൻ അനുവദിക്കാതെ കുടുംബത്തെ നന്മ അനുഭവിക്കുവാനും മക്കൾക്ക് വേണ്ടി ഒപ്പമുള്ളവർക്ക് വേണ്ടി ചേർത്ത് വയ്ക്കുവാനും ആവശ്യങ്ങൾ നിറവേറ്റുവാനും കഴിയാത്ത വിധത്തിൽ നിൻ്റെ തൊഴിലിനെ നീ നല്ലതെന്ന് കണ്ട, നല്ലതായി തീരുമെന്ന് കണ്ട നിൻ്റെ ഭാവി, നിൻ്റെ തലമുറകളുടെ ജീവിതത്തെ, അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ അനുഗ്രഹങ്ങളെ നീ പ്രാപിച്ചെടുക്കേണ്ട എണ്ണമില്ലാത്ത പലതിനെയും തകർത്ത് കളഞ്ഞു. ഉപരിയായി ഞാനീ പറഞ്ഞതൊക്കെ ഭൗതികമായ കാര്യങ്ങൾ, ആത്മീയ ജീവിതത്തെ പോലും തകർത്ത് കളഞ്ഞു. പ്രാർത്ഥനാ ജീവിതത്തെ പോലും പഴയതുപോലെ നേരാവണ്ണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. സഹോദരി, നിൻ്റെ സങ്കടം അതാണ്. പാസ്റ്റർ, എന്തു പോയാലും എനിക്കൊരു വിഷയവുമില്ല. അപ്പോൾ പലർക്കും സങ്കടം വന്നു. പാസ്റ്റർ എന്താണ് അങ്ങനെ പറയുന്നത്? അതെ, വിഷമം വന്നവരോടല്ല, വിഷമം വരാത്തവർക്കറിയാം എന്തു പോയാലും പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുമെങ്കിൽ പോയതിനൊക്കെ തിരികെ തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അതെ, അത് തിരിച്ചറിഞ്ഞിട്ടാ നിൻ്റെ പ്രാർത്ഥനയെ പിശാച് കെട്ടിയത്. മനുഷ്യൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇന്ന് പഴയതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? ആരാധനയ്ക്ക് കടന്നു പോകുവാൻ, ദൈവസന്നിധിയിലൊന്ന് ഇരിക്കുവാൻ, പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാതെ എഴുന്നേറ്റിട്ട് എത്ര നാളായി? ഒരു പാട്ട് പാടി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചിട്ട് എത്ര നാളായി? കെട്ടി, അഥവാ തകർത്ത് കളഞ്ഞു. അതെ, ആ തകർത്ത് കളഞ്ഞതിനൊക്കെ ദൈവം നിന്നെക്കൊണ്ട് അടിസ്ഥാനമിടിവിപ്പിക്കും. അപ്പോൾ വാക്യത്തിലേക്ക്, എസ്ര ശാസ്ത്രികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവർ യഹോവയെ, അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്ത് ഘോഷിച്ചു. ഈ ദിവസങ്ങളിൽ നീ ഓർത്ത് കരയുന്ന ആ അവസരം മാറി ആർത്ത് ചിരിക്കുന്ന, അഥവാ ആർത്ത് ഘോഷിക്കുന്ന അനുഭവങ്ങളെ എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. പ്രൈസ് ചർച്ച് ഫാമിലിക്കൊപ്പം പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ആർത്തു ഘോഷിക്കുന്ന, അഥവാ ആർത്തു ചിരിക്കുന്ന അനുഭവങ്ങളെ എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ നൽകി തരുവാൻ പോകുന്നു. ഓ, വലിയൊരു കാലയളവാണ് കേട്ടോ. നീണ്ട വർഷങ്ങൾ പ്രവാസത്തിലായിപ്പോയ ജനം, കാരണം അവരുടെ ആലയം, യെരൂശലേമിലെ ദേവാലയം പൊളിക്കപ്പെട്ടു. പിശാചിനറിയാം നീ എപ്പോൾ ഒന്നുമില്ലാത്തവനായിത്തീരും, എപ്പോൾ നീ ഒന്നുമില്ലാത്തവളായി പദം പറഞ്ഞും പരിതപിച്ചും സ്വയം ശപിച്ചും നിൻ്റെ ജീവിതം നരകതുല്യമാക്കി തീർക്കും. നിൻ്റെ ആത്മീയ ജീവിതത്തെ തകർത്താൽ, അങ്ങനെ തകർത്തു അല്ലേ? തകർത്തില്ലേ? സത്യം പറ സഹോദര, ഫാസ്റ്റർ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. തിരക്ക് കൂടിയപ്പോൾ അല്ലേ? ശരിയാ, ജോലിയില്ലായിരുന്നപ്പോൾ സമയമുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ, മക്കൾ കഷ്ടതകളിലായിരുന്നപ്പോൾ, നല്ല അഡ്മിഷൻ കിട്ടാതിരുന്നപ്പോൾ, നല്ല റിസൾട്ട് കിട്ടാതിരുന്നപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നു. പിന്നെ ജോലി കിട്ടി, പിന്നെ എവിടെയാ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ സമയം? ജോലി തിരക്കുകളായി. നല്ലത് ലോകപ്രകാരം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞാനങ്ങ് പറഞ്ഞേക്കാം. മക്കൾക്ക് നല്ല അഡ്മിഷൻ കിട്ടിയില്ലേ പാസ്റ്റർ, പഴയ പോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? മക്കളെ പഠിപ്പിക്കണ്ടേ? അതും നല്ലത്. സന്തോഷിച്ചോ? വീട് വയ്ക്കാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ പാസ്റ്റർ, പക്ഷെ വീടൊക്കെ വെച്ചപ്പോൾ അത് അടിച്ചു വാരാൻ തന്നെ സമയം തികയുന്നില്ല. അയ്യോ, പലതും ജീവിതത്തിൽ കിട്ടിയപ്പോൾ സമയം തികയുന്നില്ല. ചുരുക്കത്തിൽ നീ അറിഞ്ഞോ അറിയാതെയോ പിശാച് ആത്മീയ ജീവിതത്തെ തകർത്തു. കഴിഞ്ഞ നാളുകളിൽ നിൻ്റെ ആത്മീയ ജീവിതത്തെ തകർത്ത് ഭൗതികമായി നീ സ്വപ്നം കാണുവാൻ തക്കവണ്ണം നിന്നെ വളർത്തിയ പലതിനെയും
പിശാച് നശിപ്പിച്ചു. ഇസ്രായേൽ സകലർക്കും മധ്യേ അനുഗ്രഹിക്കപ്പെട്ടൊരു രാജ്യമായി യാക്കോബിൻ്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച 70 പേർ മിസ്രൈമിലെ വറചട്ടിയിൽ കിടന്ന് വളർന്ന്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവർ പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു വന്നു. ഒരു വലിയ രാജ്യമായി. ചുറ്റുപാടുമുള്ളവർ ഭയപ്പെടുവാൻ തുടങ്ങി. മോവാബിലെ രാജാവ് പറഞ്ഞു, അല്ലെങ്കിൽ കേട്ടു, ഒരു ജനം അതാ വരും. അവർ വരുന്ന വഴികളിലൊക്കെ കാള പുല്ല് നക്കിക്കളയുന്നത് പോലെ ചുറ്റുമുള്ളതിലൊക്കെ നക്കിക്കളയുന്നു. ശൂന്യതയിൽ നിന്ന് ഒരു വലിയ ശക്തി ഉരുവായി വരുന്നു. അമേൻ. നിൻ്റെ വരവ് അങ്ങനെയായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന്, മറ്റുള്ളവർക്ക് നല്ലതൊന്നും പറയാനില്ലാത്ത സ്ഥാനത്ത് നിന്ന് ദൈവം നിന്നെ ഉരുവാക്കിയെടുത്തു. 4 പേരുടെ മുമ്പിൽ നിൽക്കുവാൻ, അഭിമാനത്തോടെ പറയുവാൻ കഴിയും വിധത്തിൽ. അങ്ങനെയല്ലേ സഹോദരി, നിനക്കൊരു കുടുംബജീവിതം, നിനക്കൊരു തൊഴിൽ, നീ ഇന്ന് കാണുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ 4 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയുവാൻ കഴിയും വിധത്തിൽ, മറ്റുള്ളവർക്ക് ഭയം തോന്നും വിധത്തിൽ. പക്ഷേ ഈ ജനം ദൈവത്തെ സ്തുതിക്കുവാൻ മറന്നുപോയി. ദൈവത്തെ ആരാധിക്കുവാൻ മറന്നുപോയി. ഈ ജനം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിൽക്കുവാൻ മറന്നുപോയി. എപ്പോഴൊക്കെയോ ഞാനീ പറഞ്ഞതുപോലെ തിരക്ക് വന്നപ്പോഴായിരിക്കാം. ഫലമോ, ശത്രു രാജ്യങ്ങൾ കടന്നു കയറി അവരുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമായ ആലയത്തെ തകർത്ത് കളഞ്ഞു. നിൻ്റെ കൂട്ടായ്മയെ തകർത്ത്, നിൻ്റെ ആത്മീയ ബന്ധത്തെ തകർത്ത്, നിൻ്റെ ആരാധന അനുഭവത്തെ തകർത്ത്. ചില നാളുകൾക്ക് മുമ്പ് നീ പ്രാർത്ഥിച്ചതിന് പിന്നിൽ കരയുന്നൊരു കുടുംബം, കരയുന്നൊരു സഭ, കരയുന്നൊരു കൂട്ടായ്മ, അല്ലേ? അതെല്ലാം പോയി. പാസ്റ്റർ, നിങ്ങൾ മനഃപൂർവ്വം വേദനിപ്പിക്കുകയാണോ? ഞങ്ങൾ മനഃപൂർവ്വം മറന്നതല്ല. നീ മറന്നതല്ല, പിശാച് നിന്നെ മറത്തിപ്പിച്ചതാണ്. പ്രൈസർ ഫാമിലിയുടെ ഉപവാസം മറന്നു, പ്രാർത്ഥന മറന്നു, നിനക്ക് വേണ്ടി കരഞ്ഞ കണ്ണുനീർ അതൊക്കെ മറന്നുപോയി. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങളെ മറന്നുപോയി. പലതും പൊളിയപ്പെട്ടു, അവിധത്തിൽ പൊളിയപ്പെട്ടു പോയി. എന്നാൽ അവർ ചിതറപ്പെട്ട സ്ഥാനത്ത്, പൊളിയപ്പെട്ടാൽ ചിതറിച്ച ഉറപ്പ, അല്ലേ? തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ, ആ തൊഴിൽ തകർന്നു പോയപ്പോൾ കുടുംബം ചിതറിപ്പോയി. ഇപ്പം ഭാര്യയ്ക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ഒറ്റയ്ക്ക് താടിക്ക് കൈകൊണ്ട്, അയ്യോ എന്തൊരിപ്പ, അല്ലേ സഹോദരി? കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനത്തെ പിശാചുകളാക്കി നീ അടിസ്ഥാനം ഇടുവാൻ പോകുക. നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. നീ തന്നെ പിശാച് തകർത്ത് കളഞ്ഞ് നിൻ്റെ ഭവനത്തിൻ്റെ അടിസ്ഥാനത്തെ നീ ഇടുവാൻ പോകുക. പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിൻ്റെ തലമുറകളുടെ ഭാവിയുടെ, ശുഭഭാവിയുടെ അടിസ്ഥാനത്തെ എൻ്റെ ദൈവം നിന്നെ കൊണ്ടിടിവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അവരെ ഒന്നുമില്ലാത്തവരാക്കി തീർത്ത, നീ പ്രാർത്ഥിച്ചൊരിടത്തെത്തിച്ചു എന്ന് നീ സന്തോഷിച്ചൊന്ന് വിശ്രമിച്ചപ്പോൾ കാറ്റ് വന്ന് പാറ്റിക്കൊണ്ടുപോയതുപോലെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ അവരുടെ ഭാവിയെ, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ, അതിൻ്റെ അടിസ്ഥാനത്തെ നീ ഇടുവാൻ പോകുക. അവരുടെ നല്ല കാലത്തിൻ്റെ അടിസ്ഥാനത്തെ, ആ ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തെ. സഹോദര, നിന്നോട് പറയുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ പിശാച് പൊളിച്ചു കളഞ്ഞ, അല്ലെങ്കിൽ ഏതോ കാരണങ്ങൾ പലതായിരിക്കാം, പൊളിഞ്ഞു പോയ ബിസിനസ്സിൻ്റെ അടിസ്ഥാനം ഇടുവാൻ പോവുക. ഒരു റീ ഓപ്പണിംഗ് കർത്താവ് ഒരുക്കുവാൻ പോവുകയാണ്. വിറ്റുപോയ ഭവനത്തിന് പകരം മനോഹരമായ ഭവനത്തിൻ്റെ അടിസ്ഥാനം നീ ഇടുവാൻ പോകുക. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഭവനത്തിന് പകരം, നഷ്ടപ്പെട്ടു പോയ പലതിനും പകരം, ഇല്ലാതായിപ്പോയ പലതിനും പകരം പുതിയ അടിസ്ഥാനങ്ങളെ നീ ഇടുവാൻ പോകുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ഇറ്റ്സ് പോസിബിൾ? നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങളുടെ സാഹചര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ പറയുന്നത്? നോ, ആമേൻ. ഇവന്മാർ പോയി പിടിക്കപ്പെട്ടു, ആലയവും പോയി, രാജ്യവും പോയി, ഒന്നുമില്ല, അടിമകളായി പോയി. പിന്നെ എന്ത് അടിസ്ഥാനം ഇടക്കാം? അങ്ങനെയൊന്നും ഭക്തനെ ദൈവം വിടത്തില്ല. നീ ദൈവത്തിൻ്റെ മകന്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നിന്നെ മുൻനിർത്തി ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? എസ്രാ ശാസ്ത്രികളുടെ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇരമ്യാവ് മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന്. ഇരമ്യാവ് ആരാണ്? ഇസ്രായേലിൻ്റെ പ്രവാചകൻ. ആ പ്രവാചകൻ മുഖാന്തരമുണ്ടായ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന്. അരുളപ്പാട് എന്താണ്? സകലതും പിടിക്കപ്പെട്ടു പോകും, പക്ഷേ പണിയപ്പെടും.
ദൈവം തൻ്റെ ജനത്തെ കൈവിടത്തില്ല. ദൈവം നിന്നെ കൈവിടത്തില്ല. നീ അറിഞ്ഞോ അറിയാതെയോ അകന്നുപോയ സ്ഥാനങ്ങളിൽ മനുഷ്യനും പിശാചും നിന്നെ തകർത്ത് കളഞ്ഞ, മുച്ചൂട് മുടിച്ചു കളഞ്ഞ അവസ്ഥയിൽ നിന്നെ കൈവിടുന്നവനല്ല എൻ്റെ ദൈവം. ഇന്നലകളിൽ നീ കേട്ട ആ ദൈവിക ആലോചനകൾ നിവർത്തിക്കപ്പെടുവാൻ പോകുക. അതേ കേൾക്ക്. ഇന്ന് നിന്നെ ജീവിപ്പിക്കുമാറാക്കുന്ന പ്രതീക്ഷയുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറന്നിട്ട് തരുന്ന ആ പ്രവചന ശബ്ദങ്ങൾക്ക് നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇരമ്യാവ് മുഖാന്തരമുണ്ടായ പ്രവചനത്തിന് നിവർത്തി ഉണ്ടാകേണ്ടതിനായി ഈ പറഞ്ഞ അടിമകളായ പൊട്ടന്മാരെ ഒന്നും എഴുന്നേൽപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് ദൈവത്തിനറിയാം. ആരാണോ ഇസ്രായേലിനെ തകർത്ത്, ആരാണോ അവരെ ചിതറിച്ച് അടിമകളാക്കിയത്, അവിടെ നിന്ന് തന്നെ ഒരു രാജാവിനെ എഴുന്നേൽപ്പിച്ചു. രാജാവിൻ്റെ പേര് കോരേശ്. പാഴ്സി രാജാവാണ്. കോരേശ് അങ്ങ് എഴുന്നേറ്റു ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി. ഇന്നലകളിൽ നിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ ചിലർ എഴുന്നേൽക്കുവാൻ പോകുക. സഹോദരി, നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ ചിലർ നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ പണിയപ്പെടലിന് വേണ്ടി എഴുന്നേൽക്കുവാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഒറ്റയ്ക്കല്ല, പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട്. അമ്മേൻ. നിൻ്റെ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ, നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ ചിലർ, നിന്നെ കൂട്ടിനകത്തിട്ട കിളിയെപ്പോലെ അടച്ചിട്ട ചിലർ കൂട് തുറന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ എഴുന്നേറ്റ് വരിക. യാസ്, കഴിവുള്ള ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. അവരുടെ കഴിവിൻ്റെ പ്രതിഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. പക്ഷേ അവരുടെ പ്രവൃത്തി നിനക്ക് അനുകൂലമായി വരുവാൻ പോവുക. ഇന്നലകളിൽ വിരോധ കൽപ്പനകൾ ഒരുക്കിയവരുടെ പ്രവൃത്തികൾ നിനക്ക് അനുകൂലമായി, നിൻ്റെ തലമുറകൾക്ക് അനുകൂലമായി വരുവാൻ പോവുക. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ട്രഗിൾ, പ്രഷർ സമ്മാനിച്ചവർ അവർക്ക് അനുകൂലമായി വരുവാൻ പോവുക. ദൈവം ചിലരെ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ പോവുക. റെഡിയാണോ? പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആ വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ, അടിസ്ഥാനം ഇടുവാൻ, ആർത്ത് ഘോഷിക്കുവാൻ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഒപ്പം പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. വരുന്ന മാസം 31 ദിവസം ഞങ്ങൾ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. വരുന്ന വർഷം ആർത്ത് ചിരിക്കുന്ന വർഷമായി മാറുവാൻ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിനു വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ഈ വർഷത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാമുമായി നമ്മൾ ഒരുമിച്ച് ലൈവിൽ കാണും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. നിങ്ങളും ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്, മറക്കണ്ട. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ജോയിൻ ചെയ്യുവാനും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുവാനും അവസരമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ. നിങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ അനുഭവം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കടന്നു വരിക. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറന്ന് കൊറ്റമ്പള്ളി പോകുന്ന വഴിക്ക്, അമ്പലത്തിൻകാല കൊറ്റമ്പള്ളി കഴിഞ്ഞിട്ടാണ്, പുലിമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടൊരു മീറ്റിംഗ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനും ആത്മീയമായി വളരുവാനും ദൈവികമായി വിടുതൽ പ്രാപിക്കുവാനും കർത്താവിൻ്റെ വേലയിൽ കൈത്താങ്ങുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാനും ദൈവികമായത് പ്രാപിക്കുവാനും അവസരമുണ്ട്. കണ്ണടച്ചോ. കേൾപ്പിച്ച ആലോചനകളെ ഒരു നിമിഷം ഏറ്റെടുത്തുകൊണ്ട് ഒരു നിമിഷം പറഞ്ഞ്, യേശുവേ, മനുഷ്യനും പിശാചും ഇന്നലകളിൽ പൊളിച്ചു കളഞ്ഞു. കാരണമായത് അറിഞ്ഞോ അറിയാതെയോ ഞാനായിരിക്കാം. ഇന്ന് എനിക്ക് വേണ്ടി അങ്ങ് അതിന് അടിസ്ഥാനമിടണമേ. അത് കണ്ട് ആർത്തിച്ചിരിക്കുന്ന ദിവസമായി എൻ്റെ മുൻപിലുള്ള ദിവസം മാറട്ടെ. യേശുവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർ പ്രാർത്ഥിക്കുന്നത് പോലെ ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്ന ആ തകർച്ച, അതിനെ പണിതുയർത്തുന്ന അടിസ്ഥാനം ഇന്ന് ഇടപെടട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ, ബിസിനസ്സുകൾ, വരുമാന സ്രോതസ്സുകൾ ഇവർക്കുണ്ടാകട്ടെ. പല നിലകളിൽ ബാധിക്കപ്പെട്ട സ്ട്രഗിൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. ഒരു വിശാലതയുടെ അനുഭവം ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ. വർധനവുണ്ടാകട്ടെ. തൊഴിൽ
അനുഭവങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന, വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിൻ്റെ സകല പദ്ധതികളെയും ഞങ്ങൾ ശാസിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ കാൽ വയ്ക്കുന്നിടത്തൊക്കെയും അനുഗ്രഹം കൽപ്പിക്കണമേ. കരം തൊടുന്നതൊക്കെയും ഇവർക്കുള്ളതായി മാറട്ടെ. വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ ആ തടസ്സങ്ങൾ മാറട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. IELTS, OET, MERGE, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ നൽകി സ്വർഗം മാനിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുമക്കൾ, പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുമക്കൾ നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി വാദിക്കുന്ന ശത്രുവിൻ്റെ വെല്ലുവിളികളും പോരുകളും അവകാശവാദങ്ങളും യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ തകർച്ചകളും മാറട്ടെ. മനുഷ്യരും പിശാചും തകർത്ത് കളഞ്ഞ കുടുംബജീവിതങ്ങളെ സ്വർഗം അങ്ങ് പണിയണമേ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. അസ്വസ്ഥതകൾ നിറഞ്ഞ കുടുംബത്തിനകത്തെ അന്തരീക്ഷങ്ങൾ മാറിപ്പോകട്ടെ. നിരാശകൾ മാറട്ടെ. കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ മാറട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും വാഗ്ദാന നിവർത്തിയുടെയും ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കടഭാരങ്ങളും പലിശക്കടങ്ങളും ജപ്തി നടപടികളും മാറിപ്പോകട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകണം. വസ്തുവകകൾ വാങ്ങട്ടെ. ആത്മീക ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായവർക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, ഒപ്പം ചേർന്ന് നിൽക്കുക. പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. പ്രൈസർ കുടുംബത്തിലെ അംഗമായ ഒരു കുടുംബമായി പ്രാപിക്കുന്ന, ആത്മീയമായി വളരുന്ന ഒരു കുടുംബമായി നമുക്ക് മുന്നേറാം. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയാണ്. പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ നാളെ ഒരുമിച്ചായിരിക്കും. അതൊരിക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.